ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കുട്ടിയുടെ കഥയല്ല. ഇത് ഒരു അച്ഛൻ ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രിയാണ്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒരിക്കൽ കൂടി കിടക്കക്കടിയിൽ നോക്കും. രാത്രി 11 കഴിഞ്ഞിരുന്നു. വീട്ടിൽ മുഴുവൻ നിശബ്ദം. എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിരുന്നു. ഒരൊറ്റ കാര്യമൊഴികെ. തന്റെ 7 വയസ്സുള്ള മകനെ ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല. അച്ഛൻ മുറിയിലേക്ക് കയറി. മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം. പുതപ്പിനുള്ളിൽ മകൻ കിടന്നിരുന്നു. അച്ഛൻ അവിടെ ഒരു നിമിഷം നിൽക്കുന്നു. എന്തോ ശരിയല്ല. മകൻ അതേപോലെ തന്നെയായിരുന്നു. അതേ മുഖം, അതേ ശരീരം. എങ്കിലും ചെവിയിൽ നിന്ന് ചെവിയിലേക്കുള്ള ഒരു അസ്വാഭാവിക പുഞ്ചിരി. എന്താ പ്രശ്നം മോളെ? അച്ഛ, എന്റെ കിടക്കക്കടിയിൽ മോൺസ്റ്റർ ഉണ്ടോന്ന് ഒന്ന് നോക്കാമോ? അച്ഛൻ ചിരിച്ചു. കുട്ടികളുടെ പേടിയല്ലേ? കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അച്ഛൻ മുട്ടുകുത്തി. അടുത്ത നിമിഷം അച്ഛന്റെ ശ്വാസം നിന്നു. കിടക്കക്കടിയിൽ ഒരു കുട്ടി. വെളുത്ത മുഖം, കണ്ണുകൾ നിറഞ്ഞു, ശരീരം വിറയ്ക്കുന്നു. അച്ഛ, എന്റെ കിടക്കയിൽ ആരോ ഉണ്ട്. അച്ഛൻ പതുക്കെ തല ഉയർത്തി. കിടക്കയിലേക്ക് നോക്കി. അവിടെ അതേ മുഖം, അതേ പുഞ്ചിരി. പക്ഷേ അത് മനുഷ്യന്റേതല്ല. അച്ഛ, നിങ്ങൾ ഒടുവിൽ എന്നെ കണ്ടുപിടിച്ചു. ആ രാത്രി ആ വീട്ടിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തുവന്നില്ല. എങ്കിലും ഇന്നും രാത്രികളിൽ ഒരു കുട്ടിയുടെ ചിരി ആ വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ടെന്ന്. ഈ കഥ നിങ്ങൾക്ക് പേടിയുണ്ടാക്കിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് രാത്രി കിടക്കക്കടിയിൽ നോക്കാൻ മറക്കല്ലേ.